ബർഗർ തിന്നാൻ പൂതി കയറിയിട്ട് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ നോക്കി ഡെലിവറി ചാർജ് കണ്ട് അന്തം വിട്ടപ്പോൾ സ്വന്തമായിട്ടൊരു ബർഗർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആയിരുന്നു. ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത ഉപ്പും മുളകും കുരുമുളക് പൊടിയും മാത്രം ഇട്ടൊരു ബേസിക് മസാല. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും എടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോയും പിന്നെ കുറച്ച് ബ്രോക്കോളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ബർഗർ പാറ്റി കുറച്ചുകൂടി ഒരു ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും എന്താ വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഫ്ലേവറാണോ വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് സോയാ സോസ് ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചില്ലി ഫ്ലേക്സും ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് അത് മാറ്റിയിട്ട് ഇത് ചൂടാറിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ആ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചില്ലേ ആ ഒരു ബൗളിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ചും കൂടി ലൂസായിപ്പോയി, കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ട് എടുക്കാവുന്നതാണ്. അത് കഴിയുമ്പോഴത്തേ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം കോൺഫ്ലവർ ആണ് ഞാൻ ഇടുന്നത്. അത് എത്രയാണോ നിങ്ങൾക്ക് എത്ര കട്ടിയിലത് വേണോ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സായി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് നിങ്ങൾക്ക് എണ്ണയോ ഗീയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കത് ബർഗർ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പാറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഇത്തിരി ലൂസായി ഇത്തിരി നേരം വെക്കുമായിരുന്നെങ്കിൽ ഇത്തിരി കട്ടായിട്ട് വന്നേരം നമുക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് തന്നെ ഷേപ്പാക്കി എടുത്തു. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ ഓണിയനും ഒക്കെ ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്വന്തം ഹെൽത്തി മയണൈസ് ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. അതിലേക്ക് തന്നെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ടതാണിത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒണിയനും ടൊമാറ്റോയും പിന്നെ നമ്മുടെ ബർഗർ പാറ്റിയും ഈ ബണ്ണും കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ബർഗർ റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ടാണെങ്കിലും നോർമലി നമ്മൾ കഴിക്കുന്ന ബർഗറിനേക്കാളും എന്തോ ഒരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.